ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം നാമം 7. ഓം ഭാവായ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. നാമം 7. ഭാവഃ. ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചമായി ഭവിക്കുന്നതും രൂപം കൊള്ളുന്നതും അവയ്ക്ക് കാരണഭൂതനായിരിക്കുന്നതും. അതുകൊണ്ടാണ് ഭഗവാനെ ഭാവഃ എന്ന് പറയുന്നത്. അഗ്നിയിലും സൂര്യനിലും ചൂടും വെളിച്ചവുമായും, വായുവിൽ പ്രാണശക്തിയായും, ജലത്തിൽ ജീവദായകത്വമായും, ജീവിയിൽ ജീവശക്തിയായും, ശിലയിൽ കാഠിന്യമായും, മുനിമാരിൽ മൗനമായും, ബുദ്ധിമാന്മാരിൽ ബുദ്ധിയായും, സജ്ജനങ്ങളിൽ ധർമ്മമായും, ദുഷ്ടന്മാരിൽ ദോഷമായും, ധർമ്മചിന്തയിൽ ഈശ്വരനായും, ബ്രഹ്മാവിൽ സൃഷ്ടിശക്തിയായും, രുദ്രനിൽ സംഹാരശക്തിയായും, ദേവന്മാരിൽ ലീലാവാസനയായും ഒക്കെ പ്രവർത്തിക്കുന്നത് ഭഗവാനാണ്. ഈശ്വരനല്ലാതെ അന്യമായി ഒരു വസ്തു പോലും ഈ ലോകത്തിലില്ല. വിവിധ രൂപത്തിലുള്ള ആഭരണങ്ങൾ ഏതു പ്രകാരം സ്വർണത്തിൻ്റെ പ്രതിഫലനം മാത്രമാണോ, മൺപാത്രങ്ങൾ ഏതു പ്രകാരം മണ്ണിൻ്റെ പ്രതിഫലനം മാത്രമാണോ, അതുപോലെ അദൃശ്യമായ ഭഗവാന്റെ പ്രതിഫലനം തന്നെയാണ് ഈ ദൃശ്യപ്രപഞ്ചവും അതിലെ സകല പദാർത്ഥങ്ങളും. ഭാവയതീതി ഭാവഃ. അതായത് എല്ലാം അറിയുന്നവൻ, സർവജ്ഞൻ, വിദ്വാൻ, ഇതൊക്കെയാണ് ഭഗവാൻ. അതുകൊണ്ടും ഭഗവാനെ ഭാവഃ എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ.